യെസ്, അപ്പോ എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത സ്വാഗതം പറയുകയാണ്. അപ്പോൾ ഒരു ദിനം അവസാനിക്കുമ്പോൾ ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഒപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരുപാട് സെഗ്മെന്റുകളുണ്ട് നമ്മുടെ ഷോയിൽ. ആ സെഗ്മെന്റുകൾ ഒന്നിനു പിറകെ ഒന്നായി നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ തലക്കെട്ടുകളിലേക്ക് ആദ്യം. You are watching 24 from News Headquarters, Kochi. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട ജോയിയെ കണ്ടെത്താനുള്ള 33 മണിക്കൂർ നീണ്ട തെരച്ചിൽ വിഫലം. ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ച് ഫയർഫോഴ്സ് സ്കൂബ ടീം. തിരിച്ചടിയാകുന്നത് വൻ ടണലിനകത്തെ വൻ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാൻ കഴിയാത്തത്. കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ സംഘം സ്ഥലത്ത്. ടണലിന്റെ 2 ഭാഗങ്ങളിലും നിരീക്ഷണത്തിന് NDRF സംഘം. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിൽ പോര് തുടരുന്നു. മെയ് മാസത്തിൽ റെയിൽവേക്ക് നൽകിയ കത്തുകൾക്ക് മറുപടി കിട്ടിയില്ലെന്ന മേയർ. സംയുക്ത മാലിന്യ നീക്കമാകാമെന്ന് ഡിവിഷണൽ മാനേജറുടെ മറുപടി. അധികാര കേന്ദ്രങ്ങളുടെ മൂക്കിൻ തുമ്പത്തെ അപകടമെന്ന് വിമർശിച്ച് VD സതീശൻ. പ്രതിപക്ഷ നേതാവിന് ദുഷ്ടലാക്കെന്ന് മന്ത്രി V ശിവൻകുട്ടി. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം അതിശക്തമായ മഴയെന്ന് മുന്നറിയിപ്പ്. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം ജില്ലകളിലെ സ്കൂളുകൾക്ക് നാളെ അവധി. തൃശൂർ ചന്ദ്രാപിന്നിയിലും എളവള്ളിയിലും മിന്നൽ ചുഴിയിൽ വീടുകൾ തകർന്നു. കൊല്ലം കടയ്ക്കലിൽ കാറ്റിൽ വ്യാപക നാശം. ലോവർ പെരിയാർ പവർ ഹൌസിന് സമീപം മണ്ണിടിച്ചിൽ. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട്. CPIM-ലെ PSC അംഗത്വക്കോഴ വിവാദത്തിൽ വഴിത്തിരിവ്. പ്രമോദ് കോട്ടുളിക്ക് പണം നൽകിയിട്ടില്ലെന്ന് പരാതിക്കാരനായ ശ്രീജിത്ത്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ആരാ എന്താ വ്യാഖ്യാനിച്ചതെന്ന് എനിക്ക് അറിയില്ല. അതൊന്നും ഞാൻ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. പ്രമോദ് കോട്ടുളിക്കെതിരായ നടപടി PSC കോഴ ആരോപണത്തിന്റെ പേരിലല്ലെന്ന് CPIM. പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശക്തിയെ പുറത്തു കൊണ്ടുവരണമെന്ന് പ്രമോദ് കോട്ടുളി. CPIM-ന്റെ വമ്പൻ സ്രാവുകൾ ഉൾപ്പെട്ട തട്ടിപ്പെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കണ്ണൂരിൽ പോലീസുകാരന്റെ ഗൂണ്ടായിസം. ഇന്ധനമടിച്ചതിന്റെ കാശ് ചോദിച്ച പമ്പ് ജീവനക്കാരനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ജീവനക്കാരൻ രക്ഷപ്പെട്ടത് ബോണത്തിൽ പിടിച്ചുകിടന്ന്. കണ്ണൂർ ഹെഡ്ക്വാർട്ടേഴ്സ് മെസ്സിലെ ഡ്രൈവർക്കെതിരെ വധശ്രമത്തിന് കേസ്. സസ്പെൻഡ് ചെയ്യാൻ IG-യുടെ നിർദ്ദേശം. ആലപ്പുഴ അമ്പലപ്പുഴ സ്റ്റേഷനിൽ പോലീസ് DYFI തർക്കം. പ്രവർത്തകരെത്തിയത് പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് അറസ്റ്റിലായ യുവാക്കളെ ഇറക്കാൻ. പോലീസ് മർദ്ദിച്ചെന്ന് DYFI പ്രവർത്തകരുടെ ആരോപണം. പരിശോധിച്ച നടപടിയെന്ന് DYSP. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ അരോമ മണി അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരം കുന്നുകുഴിയിലെ വസതിയിൽ. സംസ്കാരം നാളെ. ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം, 20-ാം നൂറ്റാണ്ട്, കോട്ടയം കുഞ്ഞച്ചൻ, CBI ഡയറിക്കുറിപ്പ് തുടങ്ങി നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചു. 7 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. ഡൽഹി GDP ആശുപത്രിയിൽ രോഗിയെ വെടിവെച്ച് കൊന്നു. കൊല്ലപ്പെട്ടത് അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന റിയാസുദ്ദീൻ. വെടിയുതിർത്തത് 18-കാരൻ. ജമ്മു കശ്മീരിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്തു. 3 ഭീകരരെ വധിച്ച സൈന്യം. ഏറ്റുമുട്ടൽ കേരൻ സെക്ടറിൽ. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ഒരു CRPF ജവാന് വീരമൃത്യു. ജിരിബാമിലെ ആക്രമണം പട്രോളിംഗിനിടെ. പോലീസ് CRPF സംഘത്തിനു നേരെ വെടിയുതിർത്ത് അക്രമികൾ. യെസ്, എന്തായാലും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് പോവാം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ സംഭവ സ്ഥലത്ത് മന്ത്രി MB രാജേഷ് എത്തിയിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അവിടെ വലിയ മാലിന്യ പ്രശ്നം ഇപ്പോഴും ആ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒഴുക്ക് കൂടി എന്ന വാർത്ത കൂടി അവിടെ ഒന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അഴുക്കുചാലിലൂടെ ശക്തമായ വെള്ളം പമ്പ് ചെയ്ത് മാലിന്യം പുറന്തള്ളാനുള്ള ശ്രമവും ഇന്ന് വിജയം കാണാതെ പോവുകയും ചെയ്തു.
അതെ, കൊച്ചിയിൽ നിന്നുള്ള നാവികസേനാ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ടണലിന്റെ 2 ഭാഗങ്ങളിലും നിരീക്ഷണത്തിന് NDRF സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഖിൽ ഷാ അൻസാറും ഒപ്പം MG പ്രതീഷും ചേരുന്നുണ്ട്. Yes, അതിനു മുമ്പ് നമുക്ക് മന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക്. കത്ത് കൊടുക്കുക. ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കണ്ടേ? ആരാണിത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഏത് ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഹൈക്കോടതി പറഞ്ഞ കാര്യമുണ്ട്, കൺട്രോളറിന്റെ ഓഡിറ്റർ ജനറൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്, രേഖകൾ അനവധിയുണ്ട്. ആരുടെ ഉത്തരവാദിത്തമാണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ട്? ഇത്തരം ഉദ്യോഗസ്ഥരാണോ റെയിൽവേയിൽ ഇരിക്കുന്നത്? അല്ല, ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു വകതിരിവില്ലാത്ത ആളുകളാണ് ഇരിക്കുന്നത്. ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ കൂടുതൽ പറയുന്നില്ല എന്ന്. ഇപ്പോ ഇത് പറയേണ്ട സമയമല്ല. അപ്പൊ അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. അത് നടക്കട്ടെ, ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പറയാം. മന്ത്രി MB രാജേഷിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. കൂടുതൽ വിശദാംശങ്ങളുമായി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഖിൽ ഷാ അൻസാറും MG പ്രതീഷും ചേരുന്നുണ്ട്. ആദ്യം അഖിൽ ഷാ അൻസാറിലേക്ക്. അഖിൽ ഷാ, ഇന്നത്തെ വ്യാപകമായ തിരച്ചിൽ, അതിൽ ഒരുപാട് സങ്കീർണമായിട്ടുള്ള നടപടികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്, ഒപ്പം വേസ്റ്റ്, മറ്റ് മാലിന്യങ്ങളെല്ലാം കുന്നുകൂടി കിടക്കുകയാണ്. ഇത് രക്ഷാപ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എത്രത്തോളം എത്തിച്ചേരാൻ ഈ NDRF സംഘത്തിനായിട്ടുണ്ട്, ഒപ്പം ഫയർഫോഴ്സിനായിട്ടുണ്ട്? എന്താണ് നിലവിലെ സാഹചര്യം? അതിലേക്ക് വരുന്നതിന് മുമ്പ് അല്പസമയം മുമ്പാണ് MB രാജേഷ് മാധ്യമങ്ങളെ കണ്ടത്. മന്ത്രി MB രാജേഷ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ സംഭവം എവിടെയാണ് നടന്നതെന്നും ഇത് ആരുടെ ഭൂമിയാണെന്നും നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതായത് റെയിൽവേയുടെ അധീനതയിലുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്നുള്ള കാര്യം ആദ്യം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ഇത്തരത്തിൽ പലതവണ ഈ മാലിന്യം ഒഴിവാക്കണം അല്ലെങ്കിൽ മാലിന്യം മാറ്റണം എന്നാവശ്യപ്പെട്ട് നഗരസഭ കത്തയച്ചിരുന്നു. ആ കത്ത് ഉൾപ്പെടെ പുറത്തു വന്നു. പിന്നീടുള്ള കാര്യം, അതായത് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഒരു സമയം, അല്ലെങ്കിൽ ഈ നഗരസഭയും അതുപോലെ തന്നെ റെയിൽവേയും തമ്മിലുള്ള ആ ഒരു തർക്കത്തെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ല. പ്രാഥമികമായും ഇപ്പോൾ ആ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് ബാക്കിയൊക്കെ പിന്നീട് പറയാനുള്ളതാണ് മന്ത്രി MB രാജേഷ് ഉൾപ്പെടെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹവും വിരൽ ചൂണ്ടുന്നത് റെയിൽവേ തന്നെയാണ്. അതായത് റെയിൽവേയുടെ അധീനതയിലുള്ള ഒരു ഭൂമിയിൽ ഇത്തരത്തിലുള്ള അപകടം നടക്കുമ്പോൾ നേരത്തെ തന്നെ കോർപ്പറേഷൻ ഈ മാലിന്യം നീക്കണമെന്ന കത്തുൾപ്പെടെ അയച്ചിട്ടും എന്തുകൊണ്ട് അത് കൃത്യമായി അതിൽ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം മന്ത്രി MB രാജേഷും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അല്പസമയത്തിന് മുമ്പാണ് റെയിൽവേ സ്റ്റേഷനിൽ നേവി ഉദ്യോഗസ്ഥർ 7 അംഗ നേവി സംഘം ഇവിടെ എത്തി. അതിൽ സ്കൂബ ടീം അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർ നിലവിൽ ഈ മേണിജാൻ റോഡിന്റെ റെയിൽവേ സ്റ്റേഷൻ അകത്തുകൂടി പോകുന്ന ടണൽ പരിശോധിച്ച് വരികയാണ്. അതായത് അതിന്റെ റൂട്ടും അതുപോലെ തന്നെ അതിന്റെ ഭാഗങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തെരച്ചിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വേണ്ടത് എന്നുള്ളൊരു പരിശോധനയിലാണ് ഈ നേവി സംഘം ഉള്ളതെന്ന്. നേരത്തെ അവർ ഈ NDRF സംഘവും അതുപോലെ തന്നെ തിരുവനന്തപുരം മേയർ, കളക്ടർ, സബ് കളക്ടർ തുടങ്ങിയവരുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. എന്തായാലും അവിടുത്തെ പ്രാഥമിക പരിശോധന കഴിഞ്ഞ് ഉടൻ തന്നെ നേവി സംഘം ഇവിടെ എത്തും. ഇവിടെ എത്തി ഈ ഒരു യോഗത്തിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കും. അതിനുശേഷം മേയർ ഈ കാര്യങ്ങൾ, അതായത് അവരുടെ തെരച്ചിലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മളോട് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിനായുള്ള കാത്തിരിപ്പിൽ. എന്തായാലും നമുക്കറിയുന്നത് പോലെ തന്നെ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമായൊരു രക്ഷാപ്രവർത്തനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയാനുള്ളത്. അതായത് ഈ മാലിന്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ മറ്റ് ഇലക്ട്രോണിക് മാലിന്യം ഉൾപ്പെടെ ഈ ടണലിനടിയിൽ ഇങ്ങനെ അട്ടിയായി കിടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. അതായത് അതിനകത്തൊരാൾ പെട്ടാൽ പുറത്തേക്ക് വരിക വലിയ പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഈ പറയുന്ന ഈ തടയണ കെട്ടി, അതായത് ഈ തോട് തുറക്കുന്ന ഭാഗത്ത്, റെയിൽവേ സ്റ്റേഷനിലേക്ക് തുറക്കുന്ന ഭാഗത്ത് തടയണ കെട്ടി അങ്ങോട്ടേക്ക് വാട്ടർ പമ്പ്, അതായത് വെള്ളം പമ്പ് ചെയ്ത്, അതായത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം കൊണ്ടുവന്ന് അത് പമ്പ് ചെയ്ത് ആ വെള്ളം അവിടെ തടഞ്ഞു നിർത്തി പെട്ടെന്ന് അത് ഉയർത്തുമ്പോൾ ആ ഫോഴ്സിലുള്ള വെള്ളത്തെ അങ്ങനെ കടത്തിവിടാനുള്ള ഒരു പരീക്ഷണമാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിനായുള്ള തടയണ നിർമ്മാണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ശരി അഖിലേഷ, തുടരുക. ഇപ്പോൾ MG പ്രതീഷ് കൂടി ചേരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിലും. പ്രതീഷ്, ഇപ്പോൾ നേരത്തെ മന്ത്രി പറഞ്ഞ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. എങ്ങനെയാണ് കോർപ്പറേഷനെ കുറ്റപ്പെടുത്താൻ റെയിൽവേക്ക് കഴിയുക, സാങ്കേതിക പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ്, കേട്ടതാണ്. എങ്ങനെയെങ്കിലും ഈ തെരച്ചിൽ അത് വിജയത്തിലേക്ക് എത്തിക്കുക, അതിനായി എന്ത് ചെയ്യാൻ കഴിയും എന്നല്ലേ അധികൃതർ നോക്കേണ്ടത്. അപ്പോൾ ഇന്ന് നടന്ന കാര്യങ്ങൾ എന്തൊക്കെ, ഇനിയിപ്പോൾ അടുത്ത ഘട്ടങ്ങൾ, പ്രത്യേകിച്ച് നാളെയൊക്കെ നടക്കാൻ പോകുന്ന ദൗത്യം എന്താണ്?
പ്രജിൻ പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത രക്ഷാദൌത്യമായിരുന്നു കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാദൌത്യമായിരുന്നു. എല്ലാ ഘട്ടത്തിലും ഈ രക്ഷാദൌത്യത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണമായും ഏർപ്പെട്ടിരുന്നത് ഫയർഫോഴ്സ് സംഘങ്ങളായിരുന്നു. സ്കൂബ ടീം അംഗങ്ങൾ പല ടീമുകളായി തിരിഞ്ഞായിരുന്നു ആമിഴഞ്ചാൻ തോട്ടിൽ പരിശോധന നടത്തിയിരുന്നത്. ഇന്നലെ നടന്ന പരിശോധന അല്ലെങ്കിൽ തിരച്ചിലിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് രാവിലെയും തിരച്ചിൽ ആരംഭിച്ചത്. സ്കൂബ ടീം അംഗങ്ങൾ ആദ്യം ഈ ജോയിയെ കാണാതായ ജോയി അകപ്പെട്ട ഈ ടണലിന്റെ മുൻഭാഗത്തായിരുന്നു പരിശോധന നടത്തിയിരുന്നത്. പക്ഷേ സ്കൂബ ടീം അംഗങ്ങൾ പല ഘട്ടങ്ങളിലും പല വിഭാഗങ്ങളായി തിരിഞ്ഞും ഈ ടണലിനുള്ളിലേക്ക് പ്രവേശിച്ചെങ്കിലും ജോയിയെ കണ്ടെത്താനോ അല്ലെങ്കിൽ ജോയി ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ആ ഒരു ഭാഗത്തേക്കോ ഈ അംഗങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഈ രാവിലെ തന്നെ ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ പരീക്ഷണങ്ങൾ നടന്നിരുന്നു. ആ ഘട്ടത്തിലാണ് ഒരു ചെറിയ സൂചന അല്ലെങ്കിൽ ഒരു പുരോഗതി എന്ന രീതിയിൽ ഒരു കാര്യം ഈ റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെ പറഞ്ഞത്. അതായത് ഒരു മനുഷ്യ ശരീരത്തിന്റെ ഒരു ഭാഗം ഈ ക്യാമറ കണ്ണുകളിൽ കണ്ടു എന്നുള്ളൊരു സൂചന ലഭിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ രക്ഷാദൌത്യത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുമെന്ന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ സ്കൂബ ടീം അംഗങ്ങൾ വീണ്ടും പല ടീമുകളായി തിരിഞ്ഞ് മണിക്കൂറുകൾ ഈ സ്ഥലത്ത് പരിശോധന നടത്തി. ഇവർ നൽകിയിരിക്കുന്ന ഏകദേശം 10-15 മീറ്ററിനുള്ളിലാണ് ആ ക്യാമറ കണ്ണുകൾ ഒരു മനുഷ്യ ശരീരത്തിന്റെ ഭാഗം കണ്ടത്. അവിടെയൊക്കെ തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും ആ തിരച്ചിലും വിഫലമായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് തന്നെ അത് സ്ഥിരീകരിച്ചു, അത് മനുഷ്യ ശരീരമല്ല എന്ന്. അങ്ങനെ ആ തിരച്ചിലും അപ്പോൾ കൈവന്ന ആ ഒരു പ്രതീക്ഷയും അവിടെ നഷ്ടപ്പെട്ടു. പിന്നീട് ഫയർഫോഴ്സ് നടത്തിയത് മറ്റിടങ്ങളിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കാനാണ്. അതിന്റെ ഭാഗമായി ഈ പ്ലാറ്റ്ഫോമിനുള്ളിലെ മാൻഹോളുകളിൽ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അംഗങ്ങൾ ഇറങ്ങി പരിശോധന നടത്തി. പല ഭാഗങ്ങളിലായി, അതായത് 3-ാം പ്ലാറ്റ്ഫോമിൽ ആദ്യം പരിശോധന നടത്തി, അതിനുശേഷം 5-ാം പ്ലാറ്റ്ഫോമിൽ പരിശോധന നടത്തി. അതിന് പിന്നാലെ ഈ ടണൽ അവസാനിക്കുന്ന, അതായത് ഈ ടണലിന്റെ ആദ്യ മുൻവശം, അകപ്പെട്ട മുൻവശവും ഒപ്പം ഈ ടണൽ പിന്നീട് വരുന്ന പവർ ഹൗസ് ഉണ്ട്, അതായത് റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്തും പരിശോധന നടത്തിയെങ്കിലും ആ പരിശോധനയും വിഫലമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നത്തെ അവസാനവട്ട പരിശ്രമം എന്ന നിലയിൽ ഈ വെള്ളം ശക്തിയായി പമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പരീക്ഷണം ഫയർഫോഴ്സ് നടത്തിയത്. പക്ഷേ അതും വിഫലമായി എന്നതാണ് നമുക്ക് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇപ്പോൾ നേവി വന്നു, അതാണ് ഇനി മുന്നിലുള്ള മറ്റൊരു പ്രതീക്ഷ. പക്ഷേ അത്രത്തോളം വിദഗ്ധരായ കഴിഞ്ഞ 2 ദിവസമായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചെയ്തിട്ടും അല്ലെങ്കിൽ അത്രത്തോളം മുങ്ങിത്തപ്പിയിട്ടും കിട്ടാത്ത എന്തെങ്കിലും തരത്തിലൊരു പുരോഗതി, ഒരു പ്രതീക്ഷ ഈ നേവി സംഘം നടത്തുന്ന തിരച്ചിൽ കിട്ടുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്താണ്. അതായത് ഇന്ന് വൈകിട്ട് ഏറ്റവും കൂടുതൽ പരിശോധനകൾ നടന്ന ഒരു സ്ഥലം കൂടിയാണ്. അതായത് ഈ ജോയി അകപ്പെട്ട ആ ആമയിഴഞ്ചാൻ തോടിന്റെ മുൻഭാഗം, ആ ടണൽ ആരംഭിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അതിന്റെ പിൻഭാഗം. അതായത് ആ വെള്ളം ആ ടണലിൽ കൂടി ആമയിഴഞ്ചാൻ തോട് പ്രവേശിച്ച് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പിൻഭാഗത്തെ ടണലിൽ കൂടിയാണ് ആമയിഴഞ്ചാൻ തോട് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉൾപ്പെടെ NDRFന്റെ ഒരു നിരീക്ഷണം ഈ രാത്രികാലം 24 മണിക്കൂറും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തോട്ടിൽ ഈ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒഴുക്ക് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകത്തെ ഒരു നിരീക്ഷണത്തിനായി ഇവിടെ പോലീസിനെയും ഒപ്പം NDRF സംഘത്തെയും നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിൽ ഈ സമയം ഇത്രത്തോളം അതിക്രമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തിരച്ചിൽ നാളെ മാത്രമേ നടക്കുകയുള്ളൂ. ഇതിന്റെ റൂട്ട് മാപ്പ് അടക്കം നേവിക്ക് കൈമാറും. ഒപ്പം ഈ ടണലിന്റെ ഘടന, മറ്റു കാര്യങ്ങളടക്കം നേവി പരിശോധിച്ചതിന് ശേഷമായിരിക്കും നാളെയോടുകൂടി വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുന്നത്. നേവിക്കൊപ്പം ഫയർഫോഴ്സും സ്കൂബ സംഘങ്ങളും ഇന്ന് നടത്തിയതിന് സമാനമായ തിരച്ചിൽ തുടരും. ഒപ്പം നേരത്തെ പരീക്ഷിച്ചിരുന്ന ആ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടുള്ള പരീക്ഷണം അതും തുടരും എന്നതാണ് നിലവിൽ അധികൃതർ അറിയിച്ചിരിക്കുന്ന കാര്യം. എന്തായാലും എല്ലാവരും ജോയിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു ഇന്ന് ഈ പകൽ മുഴുവൻ എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു. പക്ഷേ എന്തായാലും നാളെ ആയിരിക്കും ഇനി തെരച്ചിൽ ഉണ്ടാവുക. അതിൽ നേവി ടീം കൂടി എത്തുമ്പോൾ അത് കുറച്ചുകൂടി ഊർജിതമായ തെരച്ചിൽ നടക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്നാൽ ഇത്രമാത്രം നമ്മൾക്ക് അത് പറയാൻ പറ്റില്ല അല്ലെ. അതിനപ്പുറത്തേക്ക് അത്രയും വലിയ ടൺ കണക്കിന് മാലിന്യം അടിഞ്ഞുകൂടിയ ഒരു തോടാണത്. അതിനിടയിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ജോയ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റാത്തതാണ്. മാത്രമല്ല റെയിൽവേ കൊടുത്ത ബ്ലൂ പ്രിന്റ് അനുസരിച്ചൊന്നും അല്ല അതിൽ തിരച്ചിൽ നടത്തുമ്പോൾ ആ രീതിയിലല്ല അതിന്റെ ശരിക്കുള്ള ഘടന എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എത്രത്തോളം സങ്കീർണമാണ് ഈ തിരച്ചിൽ എന്നുള്ളത് നമുക്ക് പറയാൻ പോലും പറ്റാത്ത അത്രയും ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടെത്താനുള്ള അവസാന ശ്രമം വരെയും ഇത് തുടർന്നുകൊണ്ട് പോകുമെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഈ റെയിൽവേയും കോർപ്പറേഷനും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും തർക്കവും ഒക്കെ മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്.
പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും കഴിഞ്ഞ 34 മണിക്കൂറായി നമ്മൾ ഈ വാർത്തയ്ക്ക് പിന്നാലെ ഉണ്ട്. നമ്മളെല്ലാവരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട് ജോയിയെ കണ്ടെത്താൻ കഴിയണമേ എന്ന്. പക്ഷെ അത് കഴിയുന്നില്ല, അത് പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്. അപ്പോൾ മറ്റു വാർത്തകളുണ്ട്. നമുക്ക് വാർത്തകളെ മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ വളരെ അലോസരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ജോയി ഈ രീതിയിലുള്ള അപകടത്തിൽപ്പെട്ട വാർത്ത. അപ്പോൾ ആ വാർത്ത അതിൻ്റെ പുതിയ അപ്ഡേഷൻ വരുന്നവരെ നമുക്ക് നോക്കാം എന്താണ് പുതിയ അപ്ഡേറ്റുകൾ എന്നുള്ളത്. ഇന്ന് വന്ന മറ്റ് നല്ല വാർത്തകൾ, അതായത് ശുഭവാർത്തകൾ, നമ്മുടെ മനസ്സിൽ അലോസരപ്പെടുത്താത്ത ആശ്വാസ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിലേക്ക് നമുക്കൊന്ന് പോവാം. ശുഭവാർത്ത. ലോകത്താദ്യമായി ആഗോള ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ. ഉച്ചകോടി നവംബർ 20 മുതൽ 24 വരെ വിനോദ വ്യവസായ മേഖലയിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്തുകയും വ്യാപാരം ആകർഷിക്കുകയും ലക്ഷ്യം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. 14-കാരനെ ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. രോഗലക്ഷണങ്ങൾ പ്രകടമായ ഉടൻ തന്നെ ചികിത്സ ലഭ്യമാക്കിയതും ജർമ്മനിയിൽ നിന്ന് മരുന്ന് എത്തിച്ചതും ചികിത്സയിൽ നിർണായകമായി. ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് എ ടീമിനെ നയിക്കാൻ മിന്നു മണി. മലയാളിയായ സജ്ന സജീവും ടീമിൽ. പരമ്പര ഓഗസ്റ്റ് 7-ന് ആരംഭിക്കും. അപ്പോൾ ഒരു വിശദമായ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ലോകത്തിൽ ആദ്യമായി ആഗോള ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കാൻ പോകുന്നു. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഒപ്പം നവംബർ 20 മുതൽ 24 വരെയായിരിക്കും ഉച്ചകോടി. ലോഗോയും ബ്രോഷറും വെബ്സൈറ്റും ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പുറത്തിറക്കി. മാധ്യമ വിനോദ മേഖലകളെ പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ ആഗോള ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ഗോവ സർക്കാരുമായി ചേർന്ന് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് സമാന്തരമായി നവംബർ 20 മുതൽ 24 വരെയാണ് ഉച്ചകോടി. നവംബർ 20 മുതൽ 28 വരെയാണ് ഗോവ ചലച്ചിത്രമേള. ഉച്ചകോടി പുതിയ തുടക്കമാണെന്ന് കേന്ദ്ര വാർത്താവിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. A very warm welcome for this path-breaking event, IFFI and WAVES, and this is going to be a significant milestone in India's media and entertainment industry's future development. ഉച്ചകോടിയുടെ ലോഗോയും ബ്രോഷറും വെബ്സൈറ്റും ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ പുറത്തിറക്കി. രാജ്യത്തെ അനുകൂല സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വിനോദ വ്യവസായ മേഖലയിൽ മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് കേന്ദ്ര വാർത്താവിതരണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു. വിനോദ വ്യവസായ മേഖലയിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്താനും വെല്ലുവിളികൾ നേരിടുന്നതിനും വ്യാപാരം ആകർഷിക്കാനും ലക്ഷ്യം വെച്ചാണ് ഉച്ചകോടി. 24 ഡൽഹി. അപ്പോൾ ഇന്ത്യ മറ്റൊരു ഉച്ചകോടിക്ക് ആ രീതിയിൽ ഒരു പുതിയ സംരംഭത്തിന് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കാര്യത്തിന് ഇന്ത്യ ആതിഥ്യം വഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കമന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള കമന്റ് നാളത്തെ അവധിയെക്കുറിച്ചാണ്. ഇപ്പോഴും ഒരുപാട് പേർ എന്താണ് അവധി പ്രഖ്യാപിക്കാത്ത ജില്ലകളിലെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആ ജില്ലയ്ക്ക് അവധിയുണ്ടോ. കോട്ടയംകാര് ഇങ്ങനെ നിരനിരയായി വരുന്നുണ്ട്. കോട്ടയത്ത് നാളെ അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നിലവിൽ കോട്ടയത്ത് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ 6 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും മാറ്റമില്ല. അപ്പോൾ ഇത്രയും ജില്ലയിലുള്ള ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നാളെ അവധിയാണ്. കാസർഗോഡ് മാത്രം കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലക്കാർ ഇതുവരെ നിലവിൽ ഇത്രയും മാത്രമാണ്, 6 ജില്ലകൾ മാത്രമാണ്. കോട്ടയത്തൊന്നും അങ്ങനെ അവധി പ്രഖ്യാപിച്ചതായിട്ട് ഇതുവരെ വാർത്തകൾ വന്നിട്ടില്ല. ഇനി നമുക്ക് അത്ര സുഖകരമായി തോന്നാത്ത, അത്ര സന്തോഷം തരാത്ത ചില വാർത്തകൾ കൂടി ഇന്ന് പുറത്തു വന്നിരുന്നു. അപ്പോൾ പ്രധാന വാർത്തകളിൽ ഇടം പിടിക്കാത്ത അത്തരം വാർത്തകൾ, അലോസര വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി ഉണ്ടായ അപകടത്തിൽ 2 മരണം. കോഴിക്കോട് മുക്കത്ത് കാറിടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ കാറിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. കുറ്റ്യാടി ചുരത്തിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശമനമില്ലാതെ പ്രളയക്കെടുതി. ഉത്തർപ്രദേശിൽ 700 ഗ്രാമങ്ങളെ പ്രളയം ബാധിച്ചു. ബീഹാറിൽ പ്രധാന നദികൾ കരകവിഞ്ഞു. അസമിലെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 100 കഴിഞ്ഞു.
യെസ്. അപ്പോൾ ഇന്ന് മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നു. ഇടുക്കിയിൽ നിന്ന് രാഹുൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടിമാലി 200 ഏക്കറിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണത്. അല്പസമയം മുൻപാണ് മരം വീണത്. ഇപ്പോൾ അത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. ദേശീയപാതയിലാണ് ഈ സംഭവം. അപ്പോൾ അവിടെ പലയിടങ്ങളിലും അങ്ങനെ മഴക്കെടുതികളുണ്ട്. മരം കടപുഴകി വീണ ഒരുപാട് വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ പുറത്തു വന്നതാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ശ്രദ്ധ. അപ്പം തന്നെ പ്രജൻ, നിരവധി ജില്ലകളിൽ മഴയുണ്ട്. കോട്ടയത്ത് ഹെവി റെയിൻ ആണെന്ന് പറഞ്ഞിട്ട് മനസ്സ് എന്നുള്ള ഐഡിയയിൽ നിന്ന് വരുന്നുണ്ട്. ഇടുക്കിയിലും മഴയുണ്ട്. കോട്ടയത്ത് എവിടേക്കാണ് മഴ എന്ന് സിബിൻ ജോസ് ചോദിക്കുന്നുണ്ട്. ഞങ്ങളും ആ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എവിടേക്കാണ് മഴ പെയ്യുന്നതെന്ന് പറയൂ. പിന്നെ അൺനോൺ പറയുന്നു, കോട്ടയം കളക്ടർ ഉറങ്ങിയോ, എന്താണ് അവധി കൊടുക്കാത്തതെന്നുള്ളതാണ്. അവധി കൊടുക്കാത്തതിലെ രോഷമാണ്, വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു. പിന്നെ വേറൊരു റഹ്മത്തുള്ള തയ്യിൽ പറയുന്ന മറ്റൊരു വ്യത്യസ്തമായ കമന്റ് ഇതാണ്: മഴയൊന്ന് ശക്തിയായി കഴിഞ്ഞാൽ അവധി കൊടുക്കുന്ന ഈ രീതി അധികൃതർ നിർത്തണം. പ്രതിബന്ധങ്ങളെ നേരിടാനാണ് കുട്ടികൾ പഠിക്കേണ്ടത് എന്ന് പറയുന്നു. അങ്ങനെയല്ല, അതിനകത്ത് കുട്ടികൾ, കൊച്ചുകുട്ടികളടക്കമുള്ള ആൾക്കാർ പോകുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവധി കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. അതും അധികൃതരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. തീർച്ചയായിട്ടും. വെൽക്കം ബാക്ക്. അപ്പോൾ ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത തുടരുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത സെഗ്മെന്റുകളിലേക്ക് നമുക്ക് പോകാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ആദ്യ പ്രേക്ഷകൻ നമ്മുടെ സ്ക്രീനിലേക്ക് വരാൻ പോകുന്നു. അങ്ങ് ദുബായിൽ നിന്നാണ് കൃഷ്ണൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഹായ് കൃഷ്ണൻ. നമസ്കാരം. നാട്ടിലെവിടെയാട്ടാ? ഞാൻ തൃശ്ശൂരാണ്, കൊടുങ്ങല്ലൂരിലാണ്. ദുബായിൽ ഇപ്പോ എത്ര നാളായി? ഞാനിപ്പോ ഒരു 6 വർഷമായി ഇവിടെ. എന്ത് ചെയ്യുന്നു അവിടെ? ഞാൻ ലിമോസിൻ ഡ്രൈവറാണ്. നമ്മളൊക്കെ ഒരു തവണ കയറ്റുമോ? ലിമോസിനിൽ കയറാൻ വലിയ ആഗ്രഹമുണ്ട്. തീർച്ചയായും. ഈ ലിമോസിൻ ഓടിച്ചിട്ട് മറ്റു വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? അല്ല, ലിമോസിൻ മീൻസ് മറ്റേ ലോങ് വെഹിക്കിൾ മാത്രമല്ല ലിമോസിൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ നമ്മുടെ മനസ്സിലാദ്യം ആ വലിയ വണ്ടിയാണ് വരുന്നത്. അതെ. ഇത് അതുപോലെ തന്നെ GMC യൂക്കോൺ എന്നൊക്കെ പറയുന്ന. ശരി കൃഷ്ണേട്ടാ, അപ്പോൾ വിളിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അതെ. ഇപ്പോ തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് വളരെ പെട്ടെന്ന് മറ്റു കാര്യങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ, ഈ ടണലിനുള്ളിലുള്ള ദൃശ്യങ്ങൾ അങ്ങനെ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. നാളെ രാവിലെ 6:30 തന്നെ അവരുടെ എക്യുപ്മെന്റ്സുമായി അവർ വരാനും, നമ്മുടെ സ്കൂബ ഡൈവിംഗ് ടീം കാരണം അവരാണല്ലോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അവരുടെ സഹായം കൂടി നേവി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പൂർണ്ണമായി നിന്നുകൊണ്ട് തന്നെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും ചെയ്യുന്നത്. അവർക്ക് ഒരു വാട്ടർ ലെവൽ സ്റ്റഡി ആണെങ്കിൽ സ്വാഭാവികമായിട്ട് നേവി വിൽ ആക്സസ് പോയിന്റ്സ് ഉള്ള സ്ഥലങ്ങൾ അവർ ഇറങ്ങിയിട്ട് അവർ സോണാർ വെച്ചിട്ട് മാക്സിമം എഫേർട്ട് എടുക്കും സോണാറിൽ നിന്ന് പിക്ചർ എടുക്കാൻ ഫസ്റ്റ് ആയിട്ട്. ദെൻ സബ്സിക്വൻ്റ്ലി എവിടെയൊക്കെയാണ് അവർക്ക് പോകാൻ കഴിയുന്ന സ്ഥലങ്ങളിലേക്ക് പോകും. ബിക്കോസ് ഓൾറെഡി പരിശോധന നടത്തിയത് കൊണ്ട് ഇതൊരു റീകൺഫർമേഷൻ ചെക്കാണ് ആക്ച്വലി നടത്തുന്നത്. സോണാർ വഴി ത്രൂ നേവി എടുക്കും. അതാണ് നമ്മുടെ ടാർഗറ്റ് നാളെ രാവിലെ. പിന്നെ ഫർദർ നമുക്ക് നോക്കാം. ബിക്കോസ് നമുക്ക് ഈ ഡെബ്രീരിയും നമ്മുടെ വേസ്റ്റിനിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഇപ്പോൾ ഒരു കോൾ എടുത്തത്. ബിക്കോസ് അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ആൻഡ് മോർണിംഗിൽ നമുക്ക് എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരു എഫേർട്ട് എടുക്കാം. അതെ, 6:30 ഇവിടെ എത്താനും അതിനുശേഷം ഇന്ന് ആരംഭിച്ചതുപോലെ തന്നെ അത് രാവിലെ തന്നെ തുടർന്ന് പ്രവർത്തികൾ ആരംഭിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം കലക്ടറും മേയറുമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. നാളെ നടക്കാൻ പോകുന്ന ദൗത്യം അതെങ്ങനെയായിരിക്കും എന്നത് വിശദീകരിക്കുമായിരുന്നു ഇരുവരും. നാളെ 6:30 തന്നെ വീണ്ടും ദൗത്യം ആരംഭിക്കുമെന്നുള്ളതാണ് കളക്ടർ പറയുന്നത്. അവിടെ ആ വാർത്താ സമ്മേളനം പെട്ടെന്ന്, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നത് പെട്ടെന്ന് തുടങ്ങുന്നതാണ്. നമ്മൾ നേരത്തെ കൃഷ്ണൻ ചേട്ടൻ്റെ കാര്യം അവിടെ നിർത്തി പെട്ടെന്ന് തന്നെ അതിലേക്ക് വരും. അപ്പോൾ വാർത്തകൾ അങ്ങനെ മാറ്റി നിർത്തില്ല. ചേട്ടാ ഒന്ന് ട്രൈ ചെയ്യൂ, നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാം, കിട്ടട്ടെ. അത് ശരിക്കും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി സെഗ്മെന്റിലേക്ക് പോവാം പെട്ടെന്ന്. അതെ, വളരെ പെട്ടെന്ന് പോകാം. നമ്മുടെ പനി ഒപ്പം തന്നെ മഴക്കാലമായതുകൊണ്ട് കൂടുതൽ രോഗങ്ങളൊക്കെ ഇങ്ങനെ ചുറ്റിക്കളിച്ച് നടക്കുന്ന സമയമാണ്. അപ്പം എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. ഡോക്ടർ ഇൻ പനി വിട്ടുമാറാതെ നിൽക്കുന്ന സന്ദർഭങ്ങളിൽ എന്തായാലും ഡോക്ടർ പറയും ബ്ലഡിലെ കൗണ്ട് ഒന്ന് നോക്കണം, അതുപോലെ തന്നെ ESR, CRP, C റിയാക്റ്റീവ് പ്രോട്ടീൻ എന്നീ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്ന് വളരെ കോമൺ ആയിട്ട് ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും അത് കേട്ട് പരിചയമുള്ള ടെസ്റ്റുകളാണ്. എന്തിനാണിത് ചെയ്യുന്നത്?
ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അണുബാധയുണ്ടോ, അതായത് നിങ്ങളുടെ പനി അണുബാധ കാരണമാണോ എന്ന് ഫസ്റ്റ് അറിയണം. രണ്ടാമത്തെ കാര്യം, ഉണ്ടെങ്കിൽ തന്നെ അത് ഏത് തരം അണുബാധയാണ്, ബാക്ടീരിയൽ ആണോ വൈറൽ ആണോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒറ്റ ടെസ്റ്റ്, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്ന ഒരു ടെസ്റ്റും അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ESRും CRPയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ വരുന്നത് ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസിന്റെ ഒരു വിഭാഗമുണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസിന്റെ, അതായത് ശ്വേതരക്താണുക്കളുടെ എത്രയാണ് അതിന്റെ നമ്പർ, അതിൽ തന്നെ അതിന്റെ പല ഘടകങ്ങൾ, മോണോസൈറ്റ്സ്, ലിംഫോസൈറ്റ്സ്, ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ്, അങ്ങനെയുള്ള അത് എത്ര പെർസെന്റേജ് ആണ് അതിൽ എഴുതി കാണും. അതുപോലെ പ്ലേറ്റ്ലെറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടിൽ കിട്ടുന്ന കാര്യങ്ങൾ. ഇതിൽ നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കൗണ്ടാണ്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൽ സാധാരണ ഇത് ഉയർന്നു കാണാറുണ്ട്, അതിൽ തന്നെ ന്യൂട്രോഫിൽസിന്റെ ഭാഗമാണ് ഉയർന്നു കാണാറുള്ളത്. വൈറൽ ഇൻഫെക്ഷൻസിൽ സാധാരണ ടോട്ടൽ WBC കൗണ്ട് താഴ്ന്നാണ് കാണാറുള്ളത്, അതിൽ തന്നെ ലിംഫോസൈറ്റ്സിന്റെ ഭാഗം കൂടി കാണാറുണ്ട്. ഇതിൽ തന്നെ ESR അത് ഉയർന്നു കാണുന്നത് അണുബാധകളിലെല്ലാം ESR ഹൈ ആയിട്ട് കാണാറുണ്ട്. C റിയാക്റ്റീവ് പ്രോട്ടീൻ ഹൈ ആവുന്നത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിലാണ്. അപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് നടത്തുന്നത് വെറുതെ അല്ല, കൗണ്ടിലൊക്കെ തന്നെ കാര്യങ്ങളുണ്ട്. ഓരോ കൗണ്ടും നോക്കിയിട്ടാണ് അത് എന്താണ് യഥാർത്ഥത്തിൽ ബാധിച്ചിരിക്കുന്നത് ബോഡി എന്നൊക്കെ തിരിച്ചറിയുക. അപ്പോൾ അതുകൊണ്ടാണ് ടെസ്റ്റ് കൃത്യമായിട്ട് നടത്തണം ഡോക്ടർ ആവശ്യപ്പെട്ടാൽ എന്ന് പറയാൻ കാരണം. അതെ, സന്തോഷ് കുമാറിൻ്റെ ഒരു കമൻറ്റിലേക്ക് പോണേ. ഉള്ള സത്യം പറയണം, എന്താ ടോപ്പ് സിംഗേഴ്സിലെ കുറിച്ച് കുട്ടികളെ കാണുന്നില്ല എന്ന്. ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ലേഖാജയൻ പറയുന്നുണ്ട്, പ്രജൻ പ്രവിത, ഞങ്ങൾക്ക് ഇന്ന് നല്ല മഴയും തണുപ്പുമാണ്. അജി പറയുന്നു, നമ്മൾ ഏത് ചാനലിൽ മെസ്സേജ് അയച്ചാലും അവരുടെ യൂട്യൂബ് റേറ്റിംഗ് കൂടുതൽ കിട്ടുന്ന ചാനൽ PCR സെലക്ട് ചെയ്യുന്ന ചില മെസ്സേജുകൾ അവതാരകർ വായിക്കും, അതറിയാതെയാണ് നമ്മൾ മെസ്സേജ് അയക്കുന്നത്. സജിത്ത് പറഞ്ഞൊരു അങ്ങനെ അല്ല കേട്ടോ, അതങ്ങനെ അല്ല. അജി പറയുന്നത് പോലെ അല്ല. നിങ്ങൾ അയക്കുന്ന കമന്റ്സ് നമ്മൾ PCR പറഞ്ഞിട്ടല്ല, നമ്മൾ തന്നെ നേരിട്ട് കണ്ടിട്ട് വായിക്കുകയാണ്. ചില കമന്റ്സ് നമ്മൾ വായിച്ചു വരുമ്പോഴേക്കും അത് ഒരുപാട് താഴെ കമന്റ്സ് വരുമ്പോൾ മുകളിലേക്ക് കയറിപ്പോ, അപ്പോൾ നമ്മൾ ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അത് കിട്ടില്ല. അപ്പോഴാണ് ചിലരുടെ കമന്റ്സ് നമ്മൾ വിട്ടുപോകുന്നത്. സജിത്ത് എസ് പറഞ്ഞൊരു കമന്റ് ഇതാണേ, ആവേശം സിനിമയിലെ അംബാന്റെ ടീഷർട്ട് ആണല്ലോ പ്രജിൻ ഇന്നിട്ടേക്കുന്നത്. കൊള്ളാം, അതിങ്ങനെ അല്ലല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. സജിത്ത് രമണൻ ദുബായ് പറയുന്നു, ഞാൻ വരാൻ അരമണിക്കൂർ വൈകി, പാട്ടൊക്കെ മിസ്സായി പ്രജൻ പ്രവിത. NIT ഷാർജ വലിയ ട്രാഫിക് ജാം ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പരിപാടി യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ NIT ഷാർജ പരിസരത്തുള്ളവർ ശ്രദ്ധിക്കുക, അവിടെ വലിയ ട്രാഫിക് ജാം ഉണ്ടായിരുന്നു. പിന്നെ സെബിൻ അബ്രഹാം പറയുന്നു, ഈ നേരത്തെ നമ്മുടെ ജോയിയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ജോയിയെ കണ്ടെത്താനായി തേർമൽ മാപ്പിംഗ് ക്യാമറ അണ്ടർ വാട്ടർ റോവറിൽ സെറ്റ് ചെയ്ത് പരിശോധിക്കുകയല്ലേ പ്രായോഗികം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഹെവി ഡ്യൂട്ടി ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ വിഴിഞ്ഞം പോർട്ടിലൊക്കെ കാണില്ലേ എന്ന് പറയുമ്പോൾ സാങ്കേതികമായ ചില കാര്യങ്ങളാണ്. ഒരുപക്ഷെ അവിടെ ഇതെല്ലാം അറിയുന്ന ഏറ്റവും സാങ്കേതിക പരിജ്ഞാനമുള്ള ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരതിൻ്റെ പരമാവധി നോക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സംവിധാനങ്ങളൊക്കെ അവിടെ പ്രായോഗികമാണോ അല്ലയോ എന്നൊക്കെ അവരത് പരിശോധിച്ച് കൃത്യമായി തന്നെ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് അതിൻ്റെ അപ്ഡേഷൻസ് അടുത്ത ദിവസം അറിയാൻ സാധിക്കും. ഇറ്റ്സ് മീ കാശി പറയുന്നത്, നിങ്ങളുടെ ലൈവ് കാണാൻ ഞാൻ അന്നും ഇന്നും ഈ സമയത്ത് വരാറുണ്ട്, പക്ഷേ നിങ്ങൾ റിപ്ലൈ ഒന്നും തരുന്നില്ല എന്ന്. ഞാൻ ഇപ്പോഴാട്ടോ ഈ കമൻറ്റ് കാണുന്നത്. അപ്പോൾ ഒരു തവണ നമ്മൾ കമൻറ്റ് കണ്ടില്ലെങ്കിൽ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുക, എന്നാലേ നമ്മളത് ശ്രദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഒരു ഭാഗത്ത് ഈ എന്താണ് പറയുക, നമ്മുടെ മഴയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കെടാതെ നമ്മുടെ മനസ്സിലൊരു ആവേശമുണ്ട്. അത് ഫുട്ബോളിൻ്റെ ആവേശമാണ്. അത് കോപ്പ യൂറോ ഫൈനൽ, ആ ആവേശത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെയാണ് ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ മലപ്പുറം പ്രത്യേകിച്ചും ഫുട്ബോളിൻ്റെ ഒരു ഈറ്റിൽ എന്ന് തന്നെ അറിയാമല്ലോ നമുക്ക് കേരളത്തിൽ. അപ്പോൾ അവിടെ ആവേശം വലിയ തോതിലാണ്. അതെ, പൊന്നാനിയിലെത്തിയാൽ ഫിഫ വേൾഡ് കപ്പ് ഫൈനലിന്റെ ഒരു വലിയ ആഘോഷം, അതിലുള്ള പ്രതീക്ഷയൊക്കെ കാണാം. പൊന്നാനി ആനപ്പടിയിൽ മത്സരം കാണാനായി കൂറ്റൻ സ്ക്രീനാണ് ഒരുക്കിയിരിക്കുന്നത്. എന്നാണ് 2000-ഓളം പേർക്ക് ഒരുമിച്ചിരുന്ന് അവിടെ കളി കാണാൻ കഴിയും. ഈ കനത്ത മഴയിലും ആവേശം ഒട്ടും ചോരുന്നില്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം ആരാധകർ എന്ത് പറയുന്നു. സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. മലപ്പുറത്തിന്റെ തെരുവോരൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. പ്രത്യേകിച്ച് ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു ഫൈനൽ പ്രതീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യൂറോ കപ്പിന്റെ ഫൈനൽ രാത്രി 12:30, ഒപ്പം തന്നെ നാളെ പുലർച്ചെ 5:30 കോപ്പ അമേരിക്ക ഫൈനലുമുണ്ട്. ഇപ്പോൾ ആളുകളൊക്കെ തന്നെ വലിയ ആവേശത്തിലാണ്. ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനി ആനപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വലിയ ഒരു സ്ക്രീൻ തയ്യാറാക്കിയിരിക്കുകയാണ്. 2000-ഓളം ആളുകൾക്ക് ഇരുന്ന് മത്സരം വീക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ കാണാൻ വരുന്ന എല്ലാവർക്കും ഭക്ഷണവും തയ്യാറാക്കി. അങ്ങനെ വലിയൊരു ഫുട്ബോൾ മാമാങ്കത്തെ വലിയ ആവേശത്തോടു കൂടി കാണുന്ന ആളുകൾ അവിടെ ഉള്ളത്. നമുക്ക് ആളുകൾക്ക് കടക്കാം. എന്താണ് വലിയൊരു സെറ്റപ്പാണല്ലോ ഇവിടെ. പൊന്നാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സെറ്റപ്പ് തന്നെയാണ്. ഇത്രയും എല്ലാ കളിക്കാരും ഇത്രയും അർജന്റീനന്റെ ഫാൻസിന്റെ കളിയാണ് ഇപ്പോൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ആവേശം ചേർന്ന് കളിയാൽ ഈ അടുത്ത കാലത്ത് നമുക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും അർജന്റീന ഫൈനൽ ഞങ്ങൾ ജയിക്കും. അത്രയും വലിയ ഈ വരുന്ന എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഈ സംഘടന ശരിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇപ്പോൾ ഇതല്ല ആളിനിപ്പോൾ ഒരു 12 മണി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് റോഡൊക്കെ കവിഞ്ഞ് നിൽക്കും.
അത്രയും വലിയ സന്തോഷം ഞങ്ങൾ എല്ലാവരും ഉള്ളത്. കളി കാണാൻ വരുന്ന എല്ലാവർക്കും നമ്മുടെ ട്രഡീഷണൽ ഫുഡ് നെയ്ച്ചോർ, ബീഫ്, ചിക്കൻ പൊരിച്ചത്, ആ സൗകര്യം കൂടി ഒരുക്കിയ വിവരം ചെറിയ മെനു അല്ല. അല്ലല്ലേ, കളി കാണാൻ വരുന്നവരോട് ഞങ്ങൾ പറയുന്ന വിവരം, നിങ്ങൾ ഡിന്നർ കഴിക്കണ്ട, ഇവിടെ വന്നിട്ട് കഴിച്ചാൽ മതി എന്നുള്ള വിവരമാണ് അർജന്റീനയുടെ ആരാധകരും കൂടെ ഫുട്ബോൾ അസോസിയേഷൻ എല്ലാവരും പറയുന്നത്, ആനപ്പട ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നത്. ബ്രസീൽ ഫാൻസ് ആരെ കൂടെ എത്തവണ? അല്ല, കളിയുടെ ഗതി അനുസരിച്ച് ഇപ്പൊ ഫോമിലുള്ളത് അർജന്റീനയാണ്. അവിടെ മറ്റേ കൊളംബിയയുടെ ഭാഗത്ത് അവര് നല്ല ഫോമിലാണെങ്കിൽ പോലും അർജന്റീനക്കാണ് ഇപ്പോ കൂടുതൽ ചാൻസ് കളി വീക്ഷിക്കുമ്പോൾ കാണുന്നത്. ബ്രസീലാണ്. ആളുകളൊക്കെ പറയുന്നത് ഫാൻസ് കുറവുള്ള കൊളംബിയക്ക് ഇപ്പൊ ബ്രസീൽ ഫാൻസ് എല്ലാം കൂടെ അങ്ങോട്ട് ചേക്കേറിയുന്ന. ഇല്ലില്ല, അങ്ങനല്ലേ, നമ്മള് നല്ല കളിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കണ്ടതില് ഇപ്പോ ബ്രസീൽ ഇപ്പോ പുറത്തായെങ്കിൽ പോലും അർജന്റീന ഇപ്പൊ നിലവിൽ നല്ല ടീമായിട്ട് മുന്നേറുണ്ട്, നല്ല ഒത്തൊരുമയോട് കൂടി മുന്നേറുണ്ട്. ഇവര് തോറ്റിട്ട് ഞങ്ങൾ തോക്കാൻ വേണ്ടി നിൽക്കാൻ വരും, ഞങ്ങൾ നോക്കൂല. അങ്ങനെ നമ്മള് സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ നല്ല കളിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഏതായാലും ആരാധകരുടെ തർക്കം അത് തീരില്ല. ഇത് മലപ്പുറമാണ്, ഫുട്ബോളാണ്, ആവേശമാണ്. ഏതായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അപ്പോ ഇവിടെ കളി കാണാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭക്ഷണവും കഴിക്കാം, ഇവിടെ 2 കളിയും കണ്ട് രാവിലെ മടങ്ങാമെന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ക്രമീകരണം. സമീർ ബിൻ കരീം, എനിക്ക് തോന്നുന്നു ഇന്ന് അവിടെ കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ കളി മാത്രമല്ല, കിട്ടില്ല ഫുഡ് മെനു ആടി പൊളിയായിട്ടുണ്ട്. അപ്പോ നമുക്ക് വേണമെങ്കിൽ പോവല്ലേ? മലപ്പുറം വരെ എത്തുമ്പോഴേക്കൊരു സമയമാവും. മാത്രമല്ല ഇന്നവിടെ റെഡ് അലേർട്ടാ നാളെയൊക്കെ. അപ്പൊ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. തിരക്ക് കൂടുന്നുള്ള പ്രശ്നമല്ലേ, മഴയൊന്നും പ്രശ്നമല്ല അവർക്ക്. കാരണം അവരുടെ ആവശ്യം കണ്ടില്ല. അപ്പം അർജന്റീന എവിടെ കളിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ പറയുന്ന പോലെ കേരളത്തിലെ ആരാധകർ ഒഴുകി എത്താറുണ്ട് കളി കാണാൻ, വലിയ സ്ക്രീനൊക്കെ ഒരുക്കി. അപ്പോൾ അത് മലപ്പുറത്തെ ആ കാഴ്ചയാണ്. അതെല്ലാ സമയങ്ങളിലും ഇതുപോലെ മേജർ ടൂർണമെന്റ്സ് നടന്നു കഴിഞ്ഞാൽ മലപ്പുറംകാർ ഇങ്ങനെയാണ്. അത് എന്തായാലും കളിയൊക്കെ കാണുന്നത് നല്ലതാണ്, പക്ഷെ മഴ കൂടുതൽ നനയാതെ ശ്രദ്ധിക്കണം. കാരണം പനി ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞത് മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ അത്ര ഒന്ന് ആലോചനപ്പെടുത്തുന്ന വാർത്തയാണ്. അത് ഇങ്ങനെയാണ്: പനി ബാധിച്ചൊരു യുവാവ് മരിച്ചു എന്ന വാർത്തയാണ്. കോഴിക്കോട് ഉള്ളിയേരി ആനവാതിൽ പുതിയോട്ടിൽ മീത്തൽ വിനീഷ് 36 വയസ്സാണ്. വിനീഷാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി വീട്ടിൽ തിരികെ എത്തിയ വിനീഷ് രാത്രി കുഴഞ്ഞു വീഴുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വൈകിട്ടാണ് മരണം സംഭവിച്ചതെന്ന് മിഥില ബാലൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മിഥില, വിവരങ്ങൾ. ഇന്ന് വൈകിട്ടാണ് ഈ മരണം സംഭവിച്ചത്. കോഴിക്കോട് ഉള്ളിയേരി ആനവാതുക്കൽ സ്വദേശിയാണ് പുതിയോട്ടിൽ മീത്തൽ വിനീഷ്, 36 വയസ്സ്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടിയത്. പിന്നീട് അവിടുന്ന് ആശുപത്രി വിട്ടതിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തി രാത്രി കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് വൈകിട്ടാണ് ഈ ഒരു പനിമരണം സംഭവിച്ചത്. കവിത. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പനി ഉണ്ട്, അത് പടരാതിരിക്കാനും ഒപ്പം തന്നെ നമുക്ക് പിടിപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക, മഴ നനയാതിരിക്കുക, മാസ്ക് ധരിച്ച് പുറത്തു പോവുക, ഇതൊക്കെയാണ് പ്രതിവിധികൾ. നേരത്തെ ഒരു ഈ സാങ്കേതികമായ രീതിയിൽ നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന് നേരത്തെ ഒരാൾ ചോദിച്ചില്ലേ യൂട്യൂബിൽ കമന്റ് ബോക്സിൽ. ഇപ്പോൾ അഖിൽഷ പറയുന്നു, നാളെ ഈ സോണാർ എന്ന് പറഞ്ഞ യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയുണ്ട്. ഈ സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുള്ള ഒരു തെരച്ചിൽ സംവിധാനമാണത്. അത് നേവി ടീമാണ് അത് കൊണ്ടുവരിക. അതിന്റെ ആ യന്ത്രത്തിൽ ക്യാമറയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് എന്താണ് പറയുക, പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. അത് നാളെ എങ്ങനെ പ്രയോഗത്തിൽ വരുത്തുന്നു എന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. സാധ്യമായതെല്ലാം അധികൃതർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരം. നിരവധി പ്രേക്ഷകരുടെ കമന്റ്സ് ഇപ്പോഴും കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. കോട്ടയത്ത് നല്ല മഴയുണ്ട്, ചോദിക്കുന്നുണ്ട്. പാലക്കാട് അവധി ഉണ്ട് എന്നാരോ പറഞ്ഞു. ഇല്ല കേട്ടോ, പാലക്കാടൊന്നും ഇതുവരെ ഔദ്യോഗികമായിട്ടൊരു അവധിയും പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. ചില ആളാരെ കമന്റ് ഇട്ടിട്ട് ഞാൻ കണ്ടു. അങ്ങനെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ. ശ്യാംലാൽ പറയുന്നു, ഗ്യാപ്പ് സമയത്ത് മെസ്സേജ് നോക്കി വെക്കണം, പല നല്ല അഭിപ്രായങ്ങളും കാണാതെ പോകുന്നത് സത്യമാണ്. നമുക്ക് ഒരുപാട് കമന്റ്സ് വരുമ്പോൾ പ്രത്യേകിച്ച് ഈ കുട്ടികൾ അവധിയുണ്ടോ എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില കമന്റ്സ് നമ്മൾ മിസ് ചെയ്ത് പോകുന്നുണ്ട്. ജിതൻ പറയുന്നു, എൻ്റെ ബർത്ത്ഡേ ആണ്, എന്നെ വിഷ് ചെയ്യുമോന്ന്. ഹാപ്പി ബർത്ത്ഡേ ജിതൻ. ഡീൻ കുര്യാക്കോസ് എന്ന് പറയുന്നൊരു ഐ ഡി എന്ന് വരുന്നത് എനിക്ക് അറിഞ്ഞൂടാ, അത് ഫേക്ക് ആണോ എന്ന് അറിഞ്ഞൂടാ. MP ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നത്. ഈ മഴയത്ത് മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവർ അതീവ ജാഗ്രത പാലിക്കുക, കഴിവതും യാത്ര ഉപേക്ഷിക്കുക, ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം മുഴുവൻ ദുഃഖം സമ്മാനിച്ചേക്കാം. ഗുഡ് നൈറ്റ് എന്ന് പറയുന്നത് ഫേക്ക് ആണോ എന്ന് അറിഞ്ഞൂടാ. പക്ഷേ നല്ല കമന്റ് ആയതുകൊണ്ടാണ്, നിർദ്ദേശം നല്ലതാണ്, അതുകൊണ്ടാണ് അത് വായിച്ചത്. MP ഓഫീസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഡീൻ കുര്യാക്കോസ് എന്നൊരു ഐ ഡി എന്നാണ് വന്നത്. അഭിലാഷ ചോദിക്കുന്നുണ്ട്, പ്രജന്റ് പ്രേത നിങ്ങൾ വല്ലതും കഴിച്ചോ? ഇല്ലെങ്കിൽ റാന്നിക്ക് പോലെ ഒരു പിടി പിടിക്കാം എന്ന് പറയുന്നു. ഞാൻ കഴിച്ചില്ല.
ഞാൻ കഴിച്ചു. ഞാൻ നോക്കട്ടെ വരാൻ പറ്റുമോ. ജ്വൽ പറയുന്നു ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യുമെന്ന്. അപ്പൊ ജ്വലിനും ഹാപ്പി ബർത്ത്ഡേ. മാധുരി ഉണ്ണികൃഷ്ണൻ പറയുന്നു പ്രജന്റ് പ്ലീസ് സിംഗ് എ സോങ്. എനിക്കൊന്ന് മാധുരി തന്നെയാണ് മുൻപും ഏതോ നിദ്രതൻ എന്നുള്ള ആ പാട്ട് പാടുമോ എന്ന് ചോദിച്ചത്. ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ 7 വർണ്ണങ്ങളും നീർത്തി പവിൻ തുമ്പിൽ നിന്നുതീരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നിന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല. കുറച്ച് നീളമുള്ള പാട്ടാണ്. പല്ലവി തന്നെ നല്ല നീളമുണ്ട്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോയല്ലോ പെട്ടെന്ന്. അതെ, ദുബായിലേക്ക് പോവാം. അതെ, ദുബായിൽ നിന്ന് നേരത്തെ ഒരു കോളർ കൃഷ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദുബായിൽ എവിടെയാണെന്ന് നമ്മൾ ചോദിച്ചില്ല. ഇനി നമുക്ക് ദുബായിലെ ബർദുബായ്, അതായത് മലയാളികൾ ഏറ്റവും അധികമുള്ള ദുബായിലെ ഒരു പ്രദേശം തന്നെയാണ് ബർദുബായ്. അവിടുത്തെ തിരക്കേറിയ ഒരു തെരുവിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. ഈ തെരുവ് പ്രവാസികൾക്കിടയിൽ നിരവധി കാര്യങ്ങൾക്ക് പ്രശസ്തമാണ്. അതിൽ പ്രത്യേകിച്ച് ഭക്ഷണം, അതായത് നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണങ്ങളുണ്ടല്ലോ. പക്കാവട തെരുവ്, സമൂസ ഗല്ലി എന്നൊക്കെയാണ് ഈ തെരുവിനെ വിളിക്കുന്നത്. നല്ല ചൂടുള്ള പക്കാവടയും സമോസയും ഒക്കെ കഴിക്കാനായി വൈകുന്നേരങ്ങളിൽ വൻ തിരക്കാണ് അവിടെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അരുൺ പാറാട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവിടുത്തെ സമൂസ ഗള്ളിയിലേക്കാണ്. അവിടെ എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് ബർദുബായിലാണ്. ഈ ബർദുബായെ പറ്റി അറിയാത്തവരും ഇവിടെ വരാത്തവരും യുഎയിൽ ആരും ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്. ദുബായിയുടെ ഹൃദയഭാഗമാണ് ഈ ഒരു ബർദുബായ്. ഇവിടെ ഈ ചുണ്ണാമ്പ് കല്ലുകൾ തീർത്ത ഭിത്തികൾക്കരികെ, പഴയ കച്ചവട സ്ഥാപനങ്ങൾക്കരികെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ ഒരു തെരുവ്, ഇതൊരു വളരെ വ്യത്യസ്തമായ തെരുവാണ്. ദുബായിൽ പക്കാവട തെരുവ് അല്ലെങ്കിൽ സമൂസ തെരുവ് എന്നാണ് ഈ ഒരു തെരുവ്, എൻ്റെ പുറകിൽ കാണുന്ന ഈ തെരുവ് അറിയപ്പെടുന്നത്. ഇതിന് ഇങ്ങനൊരു പേര് ലഭിക്കാനുള്ള കാരണമുണ്ട്. അതെന്താണെന്നോ? അതൊരു വലിയ കഥയാണ്. പറഞ്ഞുതരാം. വർഷങ്ങൾ ഒത്തിരി പുറകിലേക്ക് പോകണം. 1960കളിലാണ് തിരൂരുകാരായ ബാപ്പുട്ടി, സെയ്താലി എന്നീ 2 പേർ തുടങ്ങിയ സ്ഥാപനങ്ങളാണിവ. അന്ന് എന്ത് വിൽക്കുമെന്ന ചിന്തയിൽ നിന്നാണ് സമൂസ പോലെയുള്ള ചെറുപലഹാരങ്ങൾ നൽകാമെന്ന് ഉറപ്പിച്ചത്. പിന്നീട് ഇത്തരത്തിലുള്ള വേറെയും കടകൾ ഈ തെരുവിൽ വന്നു. അങ്ങനെ ഈ തെരുവിന് സമൂസ ഗല്ലി, പക്കാവട തെരുവ് എന്നെല്ലാമുള്ള പേര് വീണു. ഇന്നും പ്രവാസികൾക്കിടയിൽ ഈ സ്ഥലം ആ പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇതിലുള്ള കമാര് തുടങ്ങിയതാണ്. അവർ രണ്ടാളും മരണപ്പെട്ട് ഇപ്പോഴും കച്ചവടം മക്കളായിട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കച്ചവടം സമൂഹത്തിൽ പക്കോടെ അന്നും ഇന്നും. ഇതിപ്പോൾ 55 വർഷമായി തുടങ്ങിയിട്ട്. എല്ലാ ഇംഗ്ലീഷുകാർ, യൂറോപ്പുകാർ, മറ്റേ ആഫ്രിക്കക്കാർ, ഇന്ത്യക്കാർ, നോർത്ത് വെസ്റ്റ് എല്ലാം വരും, എല്ലാ നാട്ടുകാരും വരും. ആളുകൾ ഈ സമൂസയും ചായയും വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കാൻ ഇവിടെ എത്താറുണ്ട്. ഈ വഴിയിലൂടെ വെറുതെ നടന്നു പോയാലും ഇതാ ഈ രീതിയിൽ പക്കവട ഇവിടുന്ന് ലഭിക്കും. ഇതെല്ലാവർക്കും ഒരാൾ ടേസ്റ്റ് കൊടുക്കാണ്ട് അവർക്ക് ഇഷ്ടപ്പെടും. ചിലപ്പോൾ അവിടെ പോയി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. തുടക്കം മുതലേ അന്ന് മുതൽ ഇട്ടാണ് ഈ ടേസ്റ്റ് കൊടുക്കല്. മണ്ണുകൊണ്ടുള്ള കപ്പിലാണ് ചായ നൽകുന്നത്. ഇത് ഒരാൾക്ക് മാത്രമേ ഈ ഒരു കപ്പിൽ നൽകുകയുള്ളൂ. വേണമെങ്കിൽ ഈ കപ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റിൽ കളയും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. രാത്രി 12 മണി വരെ ഈ കച്ചവടം ഇതേ രീതിയിൽ തന്നെ തകൃതിയായി നടക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇവിടുത്തെ ഈ ഒരു ആംബിയൻസിൽ ഒരു ചായയും സമൂസയും കഴിക്കുമ്പോഴുള്ളൊരു സുഖം അത് അനുഭവിച്ച് തന്നെ അറിയണം. അതിനാൽ തന്നെ ഇനി ദുബായിലെത്തുമ്പോൾ പ്രജീൻ, പ്രവിത ശ്രദ്ധിച്ചോ, ഇവിടെ എത്തി ഇത് അനുഭവിച്ച് തന്നെ പോകണം. ദുബായിലെ സമൂസ ഗല്ലിയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ബർദുബായിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഗല്ലിയിൽ ഞാൻ പോയിട്ടില്ല. അടുത്ത തവണ അരുൺ പാറാട്ട് അരുൺ പാറാട്ടിനെ കൂട്ടി നമുക്ക് പോവാം. അപ്പം പ്രേക്ഷകരുടെ കമന്റ്സ് വരുന്നുണ്ട്. മുൻപ് നമ്മളുടെ അടുത്ത് പാടാൻ പറഞ്ഞ ആ കുട്ടിയുണ്ടല്ലോ, എനിക്ക് പേര് വിട്ടുപോയി. ഓക്കെ. അപ്പോൾ നമ്മൾ ആ പാട്ട് പാടി
ആ പാട്ടൊന്ന് പാടുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നിരവധി പ്രേക്ഷകർ പാട്ട് ചോദിക്കുന്നുണ്ട്. അരുൺ പറയുന്നു പ്രജിന്റെ വോയിസ് കൊള്ളാം കേട്ടോ. മുഹമ്മദ് പറയുന്നു നല്ല മഴയ്ക്ക് ആസ്വദിക്കാൻ പറ്റിയ പാട്ടാണ് എന്ന്. അഞ്ചു പറയുന്നു ഒന്ന് പാടാമോ, കേട്ട് ലേറ്റായി എന്ന് പറയുന്നു. ഏത് പാട്ടാണെന്ന് അറിയില്ല. നമ്മളെന്തായാലും അവസാനം ഒരു പാട്ട് പാടുന്നില്ല, അപ്പൊ അത് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്യാം. കലാസ് അടുക്കള ചോദിക്കുന്നു ആലപ്പുഴയ്ക്ക് അവധി ഉണ്ടോ, പാട്ട് സൂപ്പർ, മോഹം കൊണ്ട് ഞാൻ ഒന്ന് പാടുമോ എന്ന് പറയുന്നു. പാടുമോ? ഏതാ? മോഹം കൊണ്ടു ഞാൻ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇളം പൂത്തനാൾ മധു തേടിപ്പോയി നീളെ താഴെ കതിരാർന്നു പോവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കൊരു കോളർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷക നമ്മുടെ സ്ക്രീനിലേക്ക് എത്തുന്നു. കണ്ണൂരിൽ നിന്നാണ് സഫിയ. ഹായ് ഉമ്മ, സുഖാണോ? ആ സുഖാണ്. കണ്ണൂരിൽ എവിടെയമ്മ? കണ്ണൂര് പേരാവൂര്. ഞാൻ പയ്യന്നൂരാണ്, കുറച്ച് ദൂരമുണ്ട് പേരാവൂരിലേക്ക്. നമ്മുടെ രഞ്ജുവിന്റെ ഒക്കെ വീടിന്റെ അടുത്താണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഇപ്പൊ ഞാനും മോനും ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഷോ കാണാറുണ്ടോ എല്ലാ ദിവസവും? തീർച്ചയായിട്ടും. എന്നിട്ട് എന്ത് തോന്നി ഷോ കണ്ടിട്ട്? വളരെ നല്ലത്. ഒരു ഉഷാറില്ലല്ലോ, കഴിച്ചില്ലോ? ഭക്ഷണം കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച് കിടക്കാനുള്ള കണ്ണൂര് പൊതുവെ നല്ല വിഭവങ്ങൾക്കൊക്കെ പ്രസിദ്ധമാണല്ലോ. അപ്പം എന്താണെങ്കിലും അത്തരത്തിൽ നല്ല അടിപൊളി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആളാണെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? ഏകദേശം. ഇന്ന് എന്താ ഉണ്ടാക്കിയേ സ്പെഷ്യലായിട്ട്? ഇന്ന് മോനുണ്ടായിരുന്നത് കൊണ്ട് ചെമ്മീൻ ബിരിയാണി. പ്രജനോടെ കഴിക്കാണ്ട് നിൽക്കുക കേട്ടോ. അവനോട് ഞാൻ ഭക്ഷണത്തെ കുറിച്ച് എടുത്തെടുത്ത് ചോദിക്കുന്നത്. 24ന്റെ സ്ഥിരം പ്രേക്ഷകയാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മുടെ ഷോസും നമ്മുടെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ നമ്മുടെ അടുത്ത് പറയാൻ? നല്ല അഭിപ്രായം തന്നെ. 24 ചാനലിന്റെ ന്യൂസ് മാത്രമേ ഞാൻ കാണാറുള്ളൂ. സന്തോഷം. അപ്പൊ അത് തുടരുക അമ്മ. വീട്ടിലെ മോന്റെ അടുത്ത് അന്വേഷണം പറയാം. പറയൂ. ഒരു അധ്യാപികയാണ്. 1 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. എവിടെയായിരുന്നു? ഏത് സ്കൂളായിരുന്നു ടീച്ചറായിട്ട് വർക്ക് ചെയ്തത്? ഞാൻ ഒരു 25 വർഷത്തോളം മലപ്പുറം ജില്ലയിലായിരുന്നു. ലാസ്റ്റ് റിട്ടയർ ചെയ്തത് ഇരിട്ടിയുടെ അടുത്തുള്ള വിളക്കോട് UP സ്കൂളിൽ നിന്ന്. അപ്പൊ ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള ആളാണ്. അപ്പൊ ശിഷ്യരാരെങ്കിലും ഒക്കെ ചിലപ്പോ ഈ പരിപാടി കാണുന്നുണ്ടാവും. അവർക്കെല്ലാം സന്തോഷമായിട്ടുണ്ടാവും. സഫിയ ടീച്ചറെ സ്ക്രീനിൽ കണ്ടു എന്ന് ഇപ്പൊ ഇങ്ങനെ പറയണ്ടാവും. എല്ലാവരും ഓടി വന്നിരിക്കുന്നുണ്ടാവും ടി വി മുമ്പിൽ. അപ്പൊ നമ്മൾ അവരുടെ അടുത്തും പറയാണ്. അപ്പോൾ ടീച്ചറെ വിളിച്ചത് ഒരുപാട് നന്ദി. ഇനിയും നമ്മുടെ ഷോസും നമ്മുടെ ന്യൂസൊക്കെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു. ഗുഡ് നൈറ്റ്. സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. സന്തോഷം. ഓക്കെ, ഗുഡ് നൈറ്റ്. കണ്ണൂരിൽ നിന്ന് സഫിയ ഒരു ടീച്ചറാണ്, റിട്ടയർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷം സംസാരിക്കാൻ സാധിച്ചതില്ല. യെസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മുടെ ഷോ കിടക്കുകയാണ്. അപ്പോൾ ഒരു വിശേഷം കൂടി പങ്കുവെക്കാനുണ്ട്. അത് കോഴിക്കോട് നിന്നാണ്. ഒരു വായനാ കൂട്ടായ്മയാണ് നമ്മൾ ഇനി പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട് റീഡ്സ് എന്ന കൂട്ടായ്മയാണ് ഞായറാഴ്ചകളിൽ വൈകുന്നേരം ഈ സരോവരം പാർക്കിൽ അവിടെ ഒത്തുചേർന്ന് വായനയും ചർച്ചയുമാക്കി ഇങ്ങനെയായി കഴിയുന്നത്. കനത്ത മഴയിലും വായനയോടുള്ള ഇഷ്ടം അവരെ ഒരുമിപ്പിക്കും. വായിക്കാൻ ഇന്ന് ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. എന്നാൽ പുസ്തകങ്ങളിലൂടെ കണ്ണോടിച്ചു കിട്ടുന്ന ആ ഒരു അനുഭവം, അതാണ് കോഴിക്കോട് റീഡ്സ് എന്ന കൂട്ടായ്മയ്ക്ക് പിന്നിൽ. ഇതുപോലെ ഒരു മഴക്കാലത്താണ് ഇവർ ഒത്തുകൂടാൻ തുടങ്ങിയത്. 1 വർഷം പിന്നിട്ടു. ഇരുട്ട് കാഴ്ചയ്ക്ക് തടസ്സമാകും വരെ വായിക്കും. ആദ്യം നമുക്ക് ആരെയും അങ്ങനെ തമ്മിൽ അറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കബൺ റീഡ്സിനെ പറ്റി കണ്ടു. അപ്പം അങ്ങനെ ഇവിടെ എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോഴിക്കോട് തുടങ്ങിയതാണ്. അത്ര ഒട്ടും പരിചയമില്ലാത്ത 2 ക്യൂറേറ്റർമാർ സംസാരിച്ചിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യം 2 പേരും 3 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞ് പലരും വന്ന് അങ്ങനെ എക്സ്പാൻഡ് ആയതാണ്.
അപ്പം കുറേ പേരായപ്പോൾ നമ്മൾ ചർച്ചകളും ഇതും ഒക്കെ തുടങ്ങി. ഈ കൂട്ടായ്മയെക്കുറിച്ചറിഞ്ഞ് ഓരോ ദിവസവും പുതിയ പുതിയ അംഗങ്ങൾ എത്തുന്നു. നോർമലി നമ്മൾ വായിച്ചു തുടങ്ങാനുള്ള ഒരു കാര്യമായിട്ടാണ് ഗ്രൂപ്പിലേക്ക് വരുന്നത്. പക്ഷെ ഇതിൽ ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ പരിചയപ്പെടും. അവരുടെ നമുക്ക് ബുക്കിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടായാലും ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായാലും പുസ്തകത്തിന്റെ അപ്പുറത്തേക്ക് സിനിമകളെ പറ്റി അങ്ങനെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ നല്ലൊരു ഒരു ഫ്രണ്ട് സർക്കിൾ നമുക്കിവിടെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. വിദ്യാർത്ഥികൾ, വിവിധ ജോലികൾ ചെയ്യുന്നവർ, അങ്ങനെ പ്രായഭേദമന്യേ ഈ കോഴിക്കോട് റീഡ്സിലുണ്ട്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ഇത് സുരേഷ് ബാബു പറയുന്നു, അനുഗ്രഹമോൾക്ക് അവളുടെ പേര് പറയാഞ്ഞിട്ട് സങ്കടമായെന്ന്. അനുഗ്രഹമോളെ പേര് പറഞ്ഞല്ലോ. അതോടൊപ്പം വെനം ഗേൾ പറയുന്നു കോട്ടയത്ത്, അങ്ങനെ ഒരു ഐഡിയ ആണ്. വെനം ഗേൾ റിയൽ നെയിം അല്ലാന്ന് തോന്നുന്നു. കോട്ടയത്ത് നല്ല മഴ ആണ്, ഒരു അവധി തരുമോ, ഇവിടെ ഫുൾ വെള്ളം കയറി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. നേരത്തെ കോട്ടയംകാർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അഭിരാമി പറയുന്നു, ഹലോ പ്രജൻ ചേട്ടാൻ, പ്രജ ചേച്ചി, എനിക്കൊരു ഹായ് പറയാമോ? ഹായ് അഭിരാമി. ശ്രീരാജ് പറയുന്നത് നമ്മുടെ ഡ്രസ്സ് കൊള്ളാം. രവി കണ്ണൂർ ഒന്നും പ്രവിധ നമ്മുടെ മെസ്സേജ് ഒന്നും വായിക്കില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് മെസ്സേജസ് വരുമ്പോൾ നമ്മൾ വിട്ടു പോകുന്നതാണ്. തുടർച്ചയായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് ആകുമ്പോൾ ചിലപ്പോൾ നമ്മളത് കാണാതെ പോകുന്നതാണ് കേട്ടോ.